ഒരു കാര്യം ഞാൻ പറയട്ടെ, നമ്മൾ നമ്മൾക്ക് വേണ്ടിയിട്ട് മാത്രം ജീവിച്ചിട്ട് മരിച്ചിട്ട് എന്താ ഒരു കാര്യം? എന്തെങ്കിലും നമുക്ക് കിട്ടുമോ? എന്തെങ്കിലും നമുക്ക് കിട്ടുമോ? നമ്മൾ ആർക്കും ഉപകാരപ്പെടുന്നില്ല. ഒരു തരത്തിൽ ഒരുത്തർക്ക് നമുക്ക് ഉപകാരപ്പെടാമായിരുന്നിട്ട് നമ്മളെ ഉപകാരപ്പെടാതെ നമ്മൾ മറ്റുള്ളവർക്ക് അർഹതപ്പെട്ടത് നമ്മളെ വഹിച്ചെടുത്തും കളിപ്പിച്ചെടുത്തും നമ്മുടെ ഉന്നതിയിലേക്കും നമ്മുടെ ഇതിലേക്കും നമ്മൾ പോയി കഴിയുമ്പോഴേ മറ്റുള്ളവരുടെ അവകാശങ്ങൾ നമ്മളെ കൂടെ തട്ടിയെടുത്തിട്ട് നമ്മൾ ഇതാക്കി നടക്കുന്ന സമയത്തെ നമുക്ക് വലിയ ആളുകളാകാം. പക്ഷെങ്കിൽ ആ വലിയ ആളുകളായി നടക്കുന്നവർക്കൊക്കെ ഒരു അന്ത്യമുണ്ട്. കാരണം എന്നാന്ന് ചോദിച്ചാൽ അത് ദൈവം കാണുന്നത് നീ ഏത് മനസ്ഥിതിയിലാണ് ചെയ്തത്. നമ്മുടെ ഹൃദയങ്ങളെ ഇന്ദ്രിയങ്ങളെ അറിയുന്നതാണ് ദൈവം. ഏത് മനസ്ഥിതി വെച്ചാണ് നീ മറ്റുള്ളവരെ പറ്റിച്ചെടുക്കാൻ നോക്കിയത്, അല്ലെ തട്ടിപ്പറിക്കാൻ നോക്കിയത്, അല്ലെങ്കിൽ അവരെ വഹിച്ചത് എടുത്തത്, എന്ത് ക്രൂര മനസ്സോടാണ് നീ പ്രവൃത്തി ചെയ്തത് എന്നുള്ളത് ദൈവം കാണുന്നുണ്ട്. മറ്റുള്ളവരെ അനാഥത്വത്തിലേക്കാക്കിയിട്ട്, അല്ലെങ്കിൽ മറ്റുള്ളവരുടെ കുഞ്ഞുങ്ങൾക്ക് ഒന്നുമില്ലാതാക്കിയിട്ട്, അല്ലെ അങ്ങനെയുള്ള പ്രവൃത്തികൾ ചെയ്തെടുക്കുന്നതും സമ്പാദിച്ചു കൂട്ടുന്നതും ചെയ്തെടുക്കുന്നതും ഒക്കെ നാളെ കാലത്ത് നമുക്ക് അനുഭവിക്കാൻ പറ്റുമെന്ന് നമുക്ക് എങ്ങനെ അറിയാം? അല്ലേ? ദൈവമല്ലേ വലിയവനെ? അല്ലേ? എല്ലാം ദൈവത്തിൻ്റെ കയ്യിലല്ലേ ഇരിക്കുന്നത്. നമ്മുടെ കയ്യിലൊന്നുമില്ലല്ലോ. നമ്മുടെ കയ്യിൽ പണം കാണും, വസ്തു കാണും, വീട് കാണും, അതൊക്കെ കാണും. പക്ഷെങ്കിൽ നമ്മുടെ ഭാവി നാളെ നമ്മൾ എഴുന്നേൽക്കോ ഇല്ലയോ എന്നുള്ളത് ആരുടെ കയ്യിലായിരിക്കുന്നത്? ദൈവത്തിൻ്റെ കാര്യത്തിൽ. അതാണ് ബൈബിളിൽ ഒരു വചനം പറയുന്നുണ്ട്, നാളെ അത് ചെയ്യും, ഇത് ചെയ്യും എന്നൊക്കെ പറയുന്നു. പക്ഷെങ്കിൽ മൂഢാന്നെന്ന് വിളിക്കുന്നത് അങ്ങനെ ചിന്തിക്കുന്നവരെ. ഈ രാത്രി നിൻ്റെ ജീവനെ ഞാൻ എടുത്താൽ നീ എന്ത് ചെയ്യുമെന്ന് ചോദിക്കുന്നുണ്ട്. ഈ ചിന്ത നമുക്ക് ഓരോരുത്തർക്കും വേണം, അല്ലേ? വേണം.